വയനാട്ടിൽ പീഡനത്തിനിരയായ +1 വിദ്യാർത്ഥിനി ജീവനൊടുക്കി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനേകൺ ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒരാൾ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിലവിൽ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃക ഉൾക്കൊണ്ടാണ് നേറ്റിവിറ്റി കാർഡ് നൽകുക. കേരള സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് അംഗീകരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം കട്ടിളപ്പാളി കേസുകളിലാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. 41 ദിവസത്തെ റിമാൻഡിന് ശേഷമാണ് ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭിച്ചിരുന്നത്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചു. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിരുന്ന ജയസൂര്യയുടെയും ഭാര്യ സരിതയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തട്ടിപ്പിലെ പ്രധാന പ്രതിയായ സ്വാതിക് റഹ്മാന്റെ കമ്പനികളിൽ നിന്ന് പണം എത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേസുമായി ബന്ധപ്പെട്ട് ജയസൂര്യ ED നേരത്തെ 2 തവണ ചോദ്യം ചെയ്തിരുന്നു. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട 3 പേർ കൂടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെ തിരുവനന്തപുരത്തുള്ള മീനുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് ആരോഗ്യവകുപ്പ്. വീട്ടിൽ നിന്ന് പാകം ചെയ്ത് കഴിച്ചവരാണ് ചികിത്സ തേടിയത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് കൂടുതൽ ഇടങ്ങളിൽ നിന്ന് മീനുകളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർ അല്ല ഇന്ന് ചികിത്സ തേടിയത്. തിരുവനന്തപുരം പാളയത്തു നിന്നും കോവളത്തു നിന്നും ഇന്ന് മീനുകളുടെ സാമ്പിളുകൾ എടുത്തിരുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭാര്യ മരിച്ച സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട ഭർത്താവിന് അന്തരിച്ച ഭാര്യയുടെ സ്വത്തിൽ അവകാശമുണ്ടാകില്ലെന്ന് കേരള ഹൈക്കോടതി. ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിൽ പ്രതിക്ക് സ്വത്തവകാശം നിഷേധിക്കാൻ പ്രത്യേക വകുപ്പുകൾ ഇല്ലെങ്കിലും നീതിയും ന്യായവും മനസ്സാക്ഷിയും മുൻനിർത്തി ഇത്തരം കേസുകളിൽ സ്ലെയർ റൂൾ ബാധകമാക്കാമെന്ന് ജസ്റ്റിസ് ഈശ്വരൻ S വിധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ AI കരുത്ത് വിളിച്ചോതാൻ സംഘടിപ്പിച്ച AI ഉച്ചകോടി വൻ വിവാദത്തിലും പരിഹാസത്തിലും കലാശിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ചതെന്ന് അവകാശപ്പെട്ട് ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി പ്രദർശിപ്പിച്ചത് ചൈനീസ് നിർമ്മിത റോബോട്ടിനെ ആയിരുന്നു. ഉച്ചകോടിയിൽ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ച റോബോട്ട് കണ്ട് ആവേശഭരിതനായ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സ്വദേശി നിർമ്മിതി എന്ന നിലയിൽ ഇതിനെ പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ സംഭവം ചൈനീസ് ഉൽപ്പന്നമാണെന്ന് ഉടൻ തന്നെ സോഷ്യൽ മീഡിയ കണ്ടെത്തി. ആകെ നാണക്കേടായതോടെ കേന്ദ്രം യൂണിവേഴ്സിറ്റിയെ ഉച്ചകോടിയിൽ നിന്നും പുറത്താക്കി. വീഴ്ചയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് പിന്നീട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് സംസ്ഥാനത്തെ എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും ബാധകമാക്കി സർക്കാർ. ഇതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. ഭിന്നശേഷി നിയമനത്തിന് തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള മാനേജ്മെന്റുകളിൽ നിലവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ജീവനക്കാരെ ശമ്പള സ്കെയിലിലേക്ക് മാറ്റാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നടപടികൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഹർജികളിൽ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ പ്രായപരിധി കൊണ്ടുവരാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു. കുട്ടികളെയും സമൂഹത്തെയും ഓൺലൈൻ ദുരുപയോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ടെന്നും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രായപരിധി ഏർപ്പെടുത്തുന്നതിന് കമ്പനികളുമായി ചർച്ച ആരംഭിച്ചതായും കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ചട്ടക്കൂട് രൂപവൽക്കരിച്ചപ്പോൾ പ്രായപരിധി അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസം ഉൾപ്പെടുത്തിയിരുന്നെന്നും 18 വയസ്സിൽ താഴെയുള്ളവരെ കുട്ടികളായി നിർവചിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിൽ പീഡനത്തിനിരയായ +1 വിദ്യാർത്ഥിനി ജീവനൊടുക്കി. തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 2 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ബന്ധുവും അയൽവാസിയുമാണ് അറസ്റ്റിലായത്. പെൺകുട്ടി പീഡനത്തിന് ഇരയായ വിവരം സ്കൂൾ അധികൃതരാണ് പോലീസിനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. പ്രതികൾ പിടിയിലായെങ്കിലും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു പെൺകുട്ടിയെന്നും അതാണ് ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചതെന്നുമാണ് വിവരം. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പൊതുജന പിന്തുണ കുറഞ്ഞു വരുന്നതായി കാണിക്കുന്ന സർവേ ഫലം പുറത്ത്.
ട്രംപിനെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റായാണ് 40% അമേരിക്കക്കാരും കണക്കാക്കുന്നതെന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിനെ അംഗീകരിക്കുന്നവരുടെ എണ്ണം വളരെ താഴ്ന്ന നിലയിലും അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലുമാണെന്ന് ഇപ്പോഴുള്ളതെന്നും സർവേ സൂചിപ്പിക്കുന്നു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.